ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ക്യാരറ്റ് കൊണ്ടും ബീട്രൂട്ട് കൊണ്ടും എങ്ങനെ കേക്ക് ഉണ്ടാക്കാം എന്ന് നോക്കാം. ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള കേക്കാണ്. അതിനായിട്ട് ആദ്യം നമുക്ക് ബീട്രൂട്ടിൻ്റെ കേക്ക് ഉണ്ടാക്കാം. അതിനായിട്ടൊരു മീഡിയം ബീട്രൂട്ട് ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചോപ്പ് ചെയ്തെടുക്കാം, കുഴപ്പമില്ല. അതിലേക്ക് പഞ്ചസാര, 1/2 കപ്പ് പഞ്ചസാര ഞാൻ ചേർത്തു. പിന്നെ ഓയിൽ, സൺഫ്ലവർ ഓയിലാണ് ഞാൻ ചേർക്കുന്നത്, 1/2 കപ്പ്. ഇനി അടുത്തായിട്ട് കണ്ടൻസ്ഡ് മിൽക്ക് 1/3 കപ്സ് ആണ്, അതായത് നമ്മൾ 1 കപ്പിൻ്റെ 1/3. പിന്നെ തൈര് ഏകദേശം 1/4 കപ്പോളം ചേർത്തിട്ടുണ്ട് ഞാൻ. പിന്നെ വാനില എസൻസ് 1 ടീസ്പൂണാണ്. പിന്നെ ഇത് നമ്മളൊന്ന് മിക്സിയിൽ ഒന്ന് നന്നായിട്ടൊന്ന് അരച്ച് ചേർക്കുകയാണ് ചെയ്യുന്നത്. ബീട്രൂട്ടിൻ്റെ ഗുണങ്ങളെപ്പറ്റി ഞാൻ കൂടുതലായിട്ട് പറഞ്ഞു തരണ്ടല്ലോ, നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. BP കുറയ്ക്കാനാണേലും കൊളസ്ട്രോൾ കുറയ്ക്കാനാണേലും ഈവൻ ഹാർട്ട് ഡിസീസസിന് പോലും ബീട്രൂട്ട് ഏറ്റവും നല്ല ഒരു ഫുഡാണ്. കൊക്കോ പൗഡർ ഏകദേശം ഒരു 1/2 ടീസ്പൂണോളം ഞാൻ ചേർത്തിട്ടുണ്ട്. 1 മുട്ട. ഇനി മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അരച്ച് എടുത്ത് കഴിയുമ്പോഴേക്കും അടിയിൽ കട്ടയായിട്ട് നിങ്ങൾക്ക് തോന്നിയാൽ ഒന്ന് അരിപ്പയിലൊന്ന് അരിച്ചെടുക്കാം. ഞാൻ ഓൾറെഡി മാവ് ഞാൻ റെഡിയാക്കി വച്ചിട്ടുണ്ട്. ഏകദേശം 1 കപ്പ് മൈദാമാവ് എടുത്തു. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്തായിരുന്നു. 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് സാധാരണ അരിപ്പയിൽ ഒന്ന് അരിച്ചെടുത്ത് മാറ്റി വച്ചിരുന്നു നേരത്തെ തന്നെ. അതിലേക്കാണ് ഞാൻ ഈ മിക്സ്ചർ ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 3 പ്രാവശ്യമായിട്ട് ഞാനിവിടെ ഒഴിക്കുന്നുണ്ട്. ഒഴിച്ച് അത് പതുക്കെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക ചെയ്യുന്നത്. ഇളക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഒരു സൈഡിലേക്ക് മാത്രം ഇളക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇങ്ങനെ ഒരു സൈഡിലേക്ക് ഒന്ന് ഇളക്കി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. ഇത് അധികം ബീറ്റ് ചെയ്യേണ്ട കാര്യമില്ല, ഓൾറെഡി നമ്മൾ മിക്സിയിൽ അരച്ചു വെച്ച മിക്സ്ചറാണ്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇത് ചെയ്തെടുക്കേണ്ടത്. ഞാനിതിപ്പോൾ മൈക്രോവേവ് ഓവനിലാണ് ഞാനിത് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാനൊരു ഗ്ലാസിൻ്റെ ബൗൾ എടുത്തിരിക്കുന്നത്. ഏകദേശം 6 മിനിറ്റ് ഞാൻ ബേക്ക് ചെയ്യാനായിട്ട് മൈക്രോവേവ് ഓവനിൽ വയ്ക്കുന്നുണ്ട്. 6 മിനിറ്റ് ഒരുമിച്ച് വയ്ക്കരുത്. ആദ്യം ഒരു 4 മിനിറ്റ് വയ്ക്കുക. അത് കുക്കായില്ല എന്ന് കണ്ടാൽ മാത്രം വീണ്ടും ഒരു 2 മിനിറ്റും കൂടെ വയ്ക്കുക. ഈവൻ ഒരു പ്രഷർ കുക്കറിലാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഒരു 20 മിനിറ്റ് ബേക്ക് ചെയ്യാനായിട്ട് വെക്കേണ്ടി വരും. അതും ലോ ഫ്ലെയിമിൽ. ഇങ്ങനെ ചെറുതായിട്ടൊന്ന് കൊട്ടിക്കൊടുക്കണം. നല്ല സ്വാദിഷ്ടമായിട്ടുള്ള കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് അന്നേ ദിവസം കഴിക്കുന്നതിനേക്കാട്ടിലും ടേസ്റ്റ് അടുത്ത ദിവസം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് അടുത്ത ദിവസം കഴിക്കുന്നതാണ് കുറച്ചും കൂടെ ടേസ്റ്റ്. അപ്പോൾ നമുക്ക് ക്യാരറ്റിൻ്റെ കേക്ക് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഞാൻ ഏകദേശം 1.5 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. 1 മുട്ട, ഏകദേശം 1/2 കപ്പോളം എണ്ണ ഒഴിച്ചു. സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുക്കുന്നത്. പഞ്ചസാര 1/2 കപ്പ്, വാനില എസൻസ് 1/2 ടീസ്പൂൺ. പിന്നെ ഇതിനെ നന്നായിട്ടൊന്ന് മിക്സിയിൽ അരച്ചെടുക്കണം. ക്യാരറ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ വലിയ കഷ്ണങ്ങളാക്കി, ഞാനിതിപ്പോൾ നേരത്തെ തന്നെ ക്യാരറ്റ് വലിയ കഷ്ണങ്ങളാക്കി മിക്സിയിലൊന്ന് അരച്ചെടുത്തായിരുന്നു. നിങ്ങൾക്ക് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ചേർക്കാം, അരച്ച് ചേർക്കാം, എങ്ങനെ വേണമെങ്കിലും ചേർക്കാം. ക്യാരറ്റിൻ്റെ ഗുണങ്ങളെ പറ്റി പറയുവാണെങ്കിൽ ക്യാരറ്റ് ഹാർട്ട് ഡിസീസസിൻ്റെ റിസ്ക് കുറയ്ക്കാനും, ഈവൻ റിസർച്ചേഴ്സ് പറയുന്നത് ക്യാരറ്റ് കഴിക്കുന്നത് കൊണ്ട് ക്യാൻസർ വരാനുള്ള ചാൻസ് വരെയും കുറയുമെന്നാണ്. ഇമ്മ്യൂണിറ്റി കൂട്ടും, അതുപോലെ തന്നെ കണ്ണിൻ്റെ കാഴ്ച കൂട്ടാനും നല്ലതാണ്.
മാവ് ഓൾറെഡി ഏകദേശം 1 കപ്പ് മാവ്, അതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഉപ്പും ചേർത്ത് ഞാൻ ഒരു അരിപ്പയിൽ അരിച്ച് ഓൾറെഡി ഞാൻ എടുത്ത് വച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഈ മിക്സറിലേക്ക് കുറേശ്ശെ മാവ് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ബീട്രൂട്ടിൻ്റെ കേക്കിൽ ഞാൻ തിരിച്ചായിരുന്നു ചെയ്തത്. മാവിലേക്ക് ആ മിക്സ്ചറിനെ ഒഴിച്ച് 2-3 പ്രാവശ്യമായിട്ട് മിക്സ്ചർ ഒഴിച്ചായിരുന്നു എടുത്തത്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എങ്ങനെ തന്നെ ചെയ്തിരുന്നാലും ഒരുമിച്ച് ഒഴിക്കാതിരിക്കുക. പതുക്കെ ഒരു 2 പ്രാവശ്യമോ 3 പ്രാവശ്യമോ ചേർത്ത് അത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ ഒരു സൈഡിലേക്ക് മാത്രം ഇളക്കാനായിട്ടും കൂടെ ശ്രദ്ധിക്കണം. ഇതിൻ്റെ കട്ടി ഇച്ചിരി കൂടുതലാണ്. സോ അതുകൊണ്ട് ഞാൻ അതിലേക്കൊരു 2 ടേബിൾ സ്പൂണിൽ പാലും കൂടെ ചേർക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ പാലും കൂടെ ചേർക്കുവാണ്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കണം. ഓൾറെഡി ഞാനൊരു സ്റ്റീലിൻ്റെ പാത്രത്തിൽ ഒരു ബട്ടർ പേപ്പർ ഇട്ടിട്ട് അതിലേക്ക് ഇച്ചിരി എണ്ണ തേച്ച് റെഡിയാക്കി വച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഞാൻ ഈ മിക്സ്ചർ ഒഴിച്ചു കൊടുക്കുവാണ്. ഇതിപ്പോൾ പ്രഷർ കുക്കറിലാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. ഏകദേശം ഒരു ലോ ഫ്ലെയിമിൽ ഏകദേശം 20 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാനാണ് പോകുന്നത്. 20 മിനിറ്റ് കഴിഞ്ഞിട്ട് നിങ്ങളൊന്ന് തുറന്ന് നോക്കുക. കുക്കായില്ലെങ്കിൽ കുറച്ച് നേരം കൂടി വയ്ക്കുക. ഇലക്ട്രിക് ഓവൻ്റെ ഡീറ്റെയിൽസും കൂടി ഞാൻ ചുവടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് കൊട്ടി 20 മിനിറ്റ് പ്രഷർ കുക്കറിൽ ഞാൻ വേവിച്ചു. ഏകദേശം 20 മിനിറ്റ് കഴിഞ്ഞു. പിന്നെ ഒന്ന് തണുപ്പിച്ചിട്ടാണ് ഞാൻ കേക്ക് എടുത്തത്. സ്വാദിഷ്ടമായിട്ടുള്ളൊരു കേക്കാണ്. കുഞ്ഞുങ്ങൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്നൊരു കേക്കാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. മറക്കാതെ എൻ്റെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കനും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക.